നമ്മുടെ പപ്പുമോൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. കോൺഗ്രസിൽ തന്നെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില കുലംകുത്തികൾ ഉണ്ടെന്നും ഇനിയും ആ കളി തുടർന്നാൽ എല്ലാറ്റിനെയും പിടിച്ച് പുറത്താക്കുമെന്നുമാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറഞ്ഞതിൽ എന്താ തെറ്റ്? സ്വന്തം പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ എങ്ങനെ വിശ്വസിക്കാനാണ്? പ്രവർത്തനത്തിന്റെ പേരിലായാലും ആളുകളുടെ ജനസമ്മതിയുടെ പേരിലായാലും മുച്ചോടും നശിച്ചു നിൽക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ഒരു പുലിവാലുണ്ടാവുമ്പോൾ ആർക്കായാലും ദേഷ്യം വരില്ലേ? അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കുള്ളിലെ തമ്മിത്തല്ലും പോരടിയും കേട്ട് ഹൈക്കമാൻഡിന് വരെ ചെവി പൊട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയ ഓരോ വള്ളിക്കെട്ടുകൾ. ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ തന്റെ കുടുംബ സ്വത്തായ കോൺഗ്രസ് പാർട്ടി എന്നേക്കുമായി ഇല്ലാതായി പോകുമെന്നാണ് രാഹുൽ ഏട്ടന്റെ പേടി. ദ്വിദിന ഗുജറാത്ത് സന്ദർശനത്തിന്റെ 2ാം ദിവസം പാർട്ടി അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. 2027 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ചാണ് രാഹുൽ ഗാന്ധി ഗുജറാത്ത് സന്ദർശനം നടത്തിയത്. പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായി എന്ന് തുറന്നു പറയുകയാണ് രാഹുൽ. മാത്രമല്ല BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ കോൺഗ്രസിനെ ശുദ്ധീകരിക്കണമെങ്കിൽ 40 നേതാക്കളെ വരെ പുറത്താക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഗുജറാത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രവർത്തകർക്കിടയിലും 2 തരം ആളുകളുണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. ജനങ്ങളോട് സത്യസന്ധത പുലർത്തുന്നവരും അവർക്ക് വേണ്ടി പോരാടുന്നവരും അവരെ ബഹുമാനിക്കുന്നവരും കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമാണ് ഒരു വിഭാഗമെന്നും രാഹുൽ ഗാന്ധി കുത്തി പറയുകയുണ്ടായി. ജനങ്ങളിൽ നിന്ന് അകന്നുപോയ മറ്റുള്ളവർ അവരെ ബഹുമാനിക്കുന്നില്ല എന്നും അകലെയിരിക്കുന്ന പ്രവർത്തകരിൽ പകുതിയും BJPക്കൊപ്പം ആണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ എതിരാളികളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇത്തരത്തിൽ 2 ഗ്രൂപ്പുകളെയും വേർതിരിച്ചില്ലെങ്കിൽ ഗുജറാത്തിലെ ജനങ്ങൾ കോൺഗ്രസിൽ വിശ്വാസം അർപ്പിക്കില്ലെന്നും തെരഞ്ഞെടുപ്പുകളിലെ ജയവും തോൽവിയും മാറ്റിവെച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം കണ്ടെത്താൻ പ്രവർത്തകർ ശ്രമിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാരെ പാർട്ടിയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് ശക്തമായ എതിർപ്പുകളാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്. BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടിയിൽ നിന്ന് തന്നെ ഒഴിവാക്കേണ്ടതുണ്ടെന്നും രാഹുൽ ഗാന്ധി പറയുമ്പോൾ അത് തങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നുണ്ട്. പിന്നെ പുള്ളി ഈ പറഞ്ഞതൊക്കെ കേരളത്തിലെ കോൺഗ്രസുകാർക്കും ബാധകമാണ് കേട്ടോ. അത് എടുത്തു പറഞ്ഞില്ല എന്ന് വെച്ചുകൊണ്ട് ഞങ്ങളെ പറ്റിയല്ല പറഞ്ഞതെന്ന് കരുതണ്ട. തമ്മിലടിക്കാനും പോരടിക്കാനും മാത്രം മെനക്കെട്ട് നടക്കുന്ന ചില കോൺഗ്രസുകാർ ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മുഖവിലേക്ക് എടുക്കണം എന്നാണ് എന്റെ ഒരു ഇത്. കേരളത്തിലാണ് ഇങ്ങനെ ഒരു പുറത്താക്കലെങ്കിൽ ആരൊക്കെ അകത്തുണ്ടാവുമെന്ന കാര്യത്തിലാണ് സംശയം. കേരളത്തിന്റെ കാര്യത്തിലാവുമ്പോൾ കുലംകുത്തികളെ പുറത്താക്കുന്നതിനേക്കാൾ എളുപ്പം പാർട്ടി തന്നെ പിരിച്ചുവിടുന്നതാണെന്ന് പറയേണ്ടി വരും. എന്തായാലും കുട്ടിത്തരമൊക്കെ വിട്ട് പപ്പുമോൻ സീരിയസ് ആയതിൽ വലിയ സന്തോഷമുണ്ട്. ഇനി വേണം നമുക്കൊന്ന് ജയിക്കാൻ.